ഒരു KSRTC ബസ്സിൽ കയറിയിട്ട് സൈഡ് സീറ്റിൽ നിന്ന് കാറ്റും കൊണ്ടുകൊണ്ട് ഇയർഫോൺ എടുത്ത് ചെവി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പോകുന്ന ആലോചിച്ച് നോക്കി. എന്താ അല്ലേ? ഹലോ ഗൈസ്, ഓസ്കിയാണ്. 2000 രൂപയ്ക്ക് തന്നെ വാങ്ങിക്കാൻ പറ്റിയ ഏറ്റവും കൂടുതൽ ഇയർഫോൺ എന്ന് വെച്ചാൽ ഞാൻ പറയും CMF by Nothing. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഇത്ര വിയേർഡ് സെറ്റപ്പിലെ ടെക് വീഡിയോ കാണുന്നത് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് CMF by Nothingന്റെ അൺബോക്സിംഗ് ആൻഡ് യൂസ്ഡ് റിവ്യൂ ആണ്. വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് ഒരു മിനിറ്റ്, CMF എന്താണെന്ന് അറിഞ്ഞിടാത്തവർക്ക് നത്തിങ്ങിന്റെ ഒരു സബ് ബ്രാൻഡാണ് CMF. CMFന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കളർ മെറ്റീരിയൽ ഫിനിഷ്. നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് ഇതേപോലത്തെ ഒരു ബോക്സ് ആണ്. ഈ ബോക്സിന്റെ സൈഡിൽ അതിന്റെ സ്പെക് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ നമുക്ക് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഇയർഫോൺ ഉണ്ട്, പിന്നെ നമ്മുടെ ഇയർ പീസ് ഉണ്ട്, പിന്നെ ആരും കാണാതെ ഇവർ ഒളിപ്പിച്ചൊരു സാധനം വെച്ചിട്ടുണ്ട്, യൂസർ മാനുവൽ. അവർക്കറിയാം അത് ആരും വായിക്കത്തില്ലെന്ന്, അതിൽ ഒളിപ്പിച്ച് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ചാർജിങ് കേബിൾ ഇതിന്റെ കൂടെ കിട്ടത്തില്ല. എന്തെന്നറിയത്തില്ല, അവർ കൊടുത്തിട്ടില്ല. പെട്ടെന്ന് കഴിഞ്ഞല്ലേ. പിന്നെ ഇതിന്റെ സ്പെക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 42 ഡെസിബലിന്റെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്, ബ്ലൂടൂത്ത് 5.3 ആണ്, അൾട്രാ ഫാസ്റ്റ് ടെക്നോളജി എന്ന് പറഞ്ഞ ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം ചാർജ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 35 മണിക്കൂർ പ്ലേ ബാക്ക് തരുമെന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ ഇതിന് IP54 റേറ്റിംഗ് ഉണ്ട്. കേസ് എടുത്താലും വെള്ളത്തിൽ ഇടരുത്, കേസിനല്ല ബഡ്സിനാണ് റേറ്റിംഗ് ഉള്ളത്. എന്നും പറഞ്ഞ് ബഡ്സാരും എടുത്ത് വെള്ളത്തിൽ ഇടരുത്. അതായത് നിങ്ങൾ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോൾ ചെറിയ വേർപ്പൊക്കെ വരുമല്ലോ, വേർപ്പ് തുള്ളികള്, അതൊക്കെ വീണാൽ കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ മഴയൊക്കെ കൊള്ളുമ്പോൾ ചെറിയ ചെറിയ തുള്ളി വീണാലും കുഴപ്പമില്ലെന്നാണ് കമ്പനി ഉദ്ദേശിച്ചത്. ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ റൊട്ടേറ്റിംഗ് ഗ്രൗണ്ട് കാണാൻ സാധിക്കും, പക്ഷെ ഇതുകൊണ്ട് ഒരു ഉപയോഗമില്ല. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ CMFന്റെ ലോഗോ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇവിടെ ഒരു USB Type C പോർട്ട് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, വെള്ള കളർ ലൈറ്റ് എത്തുന്നില്ലേ. പിന്നെ ഇത് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് 2 ബഡ്സ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ CMF by Nothing എന്നൊരു ബാഡ്ജിങ് ഇതിന്റെ അകത്ത് കാണാൻ സാധിക്കും. പിന്നെ കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് സ്ക്രാച്ച് പിടിക്കും. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, ഈ ഒരു സൈഡിലും ഈ ഒരു സൈഡൊക്കെ നല്ല സ്ക്രാച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഈ ബഡ്സിനകത്ത് 6 മൈക്കുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ ഒരാൾക്ക് സംസാരിക്കുമ്പോഴും നിങ്ങൾ കേൾക്കുമ്പോഴും നൈസ് ക്ലാരിറ്റി ആയിരിക്കും. പിന്നെ ഈ ബഡ്സിനകത്ത് 12 mm ഡ്രൈവേഴ്സ് ഉണ്ട്. അപ്പൊ പാട്ട് കേൾക്കാനൊക്കെ ഒരു രക്ഷയില്ല. നിങ്ങളൊരു ബാസ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇതിലൊരു മീഡിയം ബാസ് നിങ്ങൾക്ക് കിട്ടും. ഹൈ ആയിട്ടും കിട്ടത്തില്ല, എന്നാൽ നല്ല തീരെ ലോയും അല്ല, ഒരു മീഡിയം ബാസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ടോട്ടലി സൗണ്ട് ക്വാളിറ്റി അല്ലെങ്കിൽ മ്യൂസിക് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല, നൈസാണ്. പിന്നെ ഇതിന്റെ അകത്ത് ഇന്നിയർ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അതായത് നമ്മളിപ്പോ ഈ ബഡ്സ് വെച്ച് പാട്ട് കേട്ടോണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോ, പെട്ടെന്ന് നമ്മൾ ഇത് ചെവിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പോസ് ആവും. അതേപോലെ നമ്മൾ തിരിച്ചു വെക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആവും. നൈസ് ഫീച്ചർ. പിന്നെ ഇതിൽ ഗൂഗിൾ ഫാസ്റ്റ് പെയറിന്റെ സപ്പോർട്ട് ഉണ്ട്. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു ആൻഡ്രോയിഡ് ഫോണാണ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ കേസ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ഫോണുമായിട്ട് കണക്ട് ആവും. പിന്നെ മെയിൻലി എനിക്ക് ഇതിന് ഇഷ്ടപ്പെടാനുള്ള കാരണം ഇതിന്റെ ഡിസൈൻ കാരണമാണ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇത് കിട്ടിയാലും നിങ്ങൾ ഇത് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പറയും, ഇത് കൊള്ളാല. പിന്നെ നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള ഒരു കണക്ടിവിറ്റി ആണെങ്കിൽ നത്തിങ് എക്സ് എന്നുള്ള ആപ്പ് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗെയിമിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ ആ ആപ്പിനകത്ത് തന്നെ ലോ ലേറ്റൻസി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ആക്കിയിട്ട് നിങ്ങൾ ഗെയിമിംഗ് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇതിൽ ഡുവൽ കണക്ടിവിറ്റി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഒരേ സമയത്ത് 2 ഡിവൈസിൽ കണക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പനി അവകാശപ്പെടുന്നത് ഏകദേശം 35 മണിക്കൂറിന്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് കേസും കൂടെ ചേർത്താണ് 35 മണിക്കൂർ. അപ്പൊ കേസ് ഇല്ലാത്ത ബഡ്സ് മാത്രം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം 7 to 8 മണിക്കൂർ നിങ്ങൾക്ക് പ്ലേ ബാക്ക് കിട്ടും. അതുപോലെ തന്നെ ANC ഓൺ ആക്കുകയാണെങ്കിൽ ഏകദേശം 5 to 6 മണിക്കൂർ ആ റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇതിന്റെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ അല്ലെങ്കിൽ ANC കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഡീസെന്റ് ആയിട്ടുള്ള ANC ആണ്. നമ്മളിത് ചെവിയിലെടുത്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും. അതായത് നമ്മളിപ്പോ ഫാൻ ഓടുകയാണെങ്കിൽ ആ ഫാനിന്റെ സൗണ്ട് ഒക്കെ അത്യാവശ്യം നൈസായിട്ട് ക്യാൻസൽ ചെയ്യും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ നല്ല രീതിക്ക് ക്യാൻസൽ ചെയ്യും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, 2000 രൂപയുടെ ആണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു നോയ്സ് ക്യാൻസലേഷനെ കിട്ടത്തുള്ളൂ. പിന്നെ നിങ്ങൾ ഇതും എയർപോർട്സും വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അതിന്റെ ANC വേറെ, ഇതിന്റെ ANC വേറെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2000 രൂപയ്ക്ക് ഈ ഒരു മുതൽ ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല, ഞാൻ പറയും. അപ്പൊ ഇതാണ് നമ്മുടെ വീഡിയോ. നമ്മുടെ ചാനലിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്, സപ്പോർട്ട് ചെയ്യുക. ശരി, അപ്പൊ എനിക്ക് ഫൈനലായിട്ട് പറയാനുള്ളത് അണ്ടർ 2000 ഇതൊരു വർത്ത് ബൈങ് ആയിരിക്കും.